ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നിങ്ങൾക്ക് അതായിരിക്കും ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സ് കിട്ടാൻ ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ അത്ര ഈസി പരിപാടിയൊന്നുമല്ല. നമ്മുടെ 2024 തൊട്ട് തന്നെ നമ്മുടെ RBIയുടെ പുതിയ റൂൾ വന്നതിന് ശേഷം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സിൽ നിന്ന് പറഞ്ഞ പരിപാടി കിട്ടാൻ ഭയങ്കര പാടാണ്. അതിപ്പോൾ എനിക്കിപ്പോൾ 2 ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ട്. അതിൻ്റെ വന്നിരിക്കുന്ന സംഭവമാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻകം പ്രൂഫ് ITR കയ്യിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അപ്രൂവൽ കിട്ടാൻ, പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യം ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുന്ന ഒരാളൊക്കെ ആണെങ്കിൽ പണിയാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടാവുന്ന പരിപാടിയിൽ. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നതേ, എനിക്ക് ആക്ച്വലി ഇത് 2 ക്രെഡിറ്റ് കാർഡുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ 2 ക്രെഡിറ്റ് കാർഡുകളാണ്. ഒരെണ്ണം നമ്മുടെ പ്ലാറ്റിനം റൂപേ ക്രെഡിറ്റ് കാർഡും ഒരെണ്ണം നമ്മുടെ ലെജൻഡ് ക്രെഡിറ്റ് കാർഡാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത്, അല്ല അൺബോക്സിങ് ആളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഞാനത് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇത് ആക്ച്വലി നമുക്ക് പ്രീ അപ്രൂവൽ ഓഫർ വന്നതാണ്. നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിങ്ങനെ ഒരു പ്രീ അപ്രൂവൽ ഓഫറായിട്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ ആക്ച്വലി നിങ്ങൾക്കറിയാം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു 0 ബാലൻസ് അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ടിപ്സ്. നിങ്ങൾ ഇതുപോലെ ഒരു പ്രൈവറ്റ് ബാങ്കുകളുടെ 0 ബാലൻസ് അക്കൗണ്ടോ അല്ലെങ്കിൽ നോർമൽ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ബാലൻസ് കീപ്പ് ചെയ്യുക, ഈ ട്രാൻസാക്ഷൻ നടത്തുക, ആക്റ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രീ അപ്രൂവ്ഡ് ഓഫർ കിട്ടും. അതിന് ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് SBIയുടെയും കാനറ ബാങ്കിൻ്റെയും ഒക്കെ എടുത്തിട്ട് ഒരു കാര്യമില്ല. 10 പൈസയ്ക്ക് കാര്യമില്ല. പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, അതായത് HDFC, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക്ക്. പക്ഷേ ഈ HDFCയും ആക്സിസും ഒക്കെ ഭയങ്കര കത്തിയാണ് അവരുടെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യലും പരിപാടിയൊക്കെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കാരണം കോട്ടക്കിൻ്റെ 81 അക്കൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ട് ഇപ്പോൾ സ്റ്റാർ അക്കൗണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ പേരുകളൊക്കെ വെച്ചതായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ലൈസിൻ്റെ ബാങ്ക് അക്കൗണ്ട്, ഇതൊക്കെ നമുക്ക് സ്ലൈസിൻ്റെ ഇപ്പോൾ UPI ക്രെഡിറ്റ് കാർഡ് കുറേ പേർക്ക് കൊടുക്കുന്നുണ്ട്. അവർ അക്കൗണ്ട് ഹോൾഡേഴ്സിനെ കൊടുക്കുന്നുള്ളൂ. അത് ലൈഫ് ടൈം ഫ്രീ UPI ക്രെഡിറ്റ് കാർഡാണ്. എനിക്ക് ഇതുവരെയായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷേ ഞാൻ അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വഴിയേ വരും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ അത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ പ്രീ അപ്രൂവൽ ഓഫർ വന്നാൽ നമുക്ക് ഇൻകം പ്രൂഫോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. KYC ഓൾറെഡി നിങ്ങൾ അക്കൗണ്ട് ബേസിൽ ചെയ്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അപ്രൂവലാണ്, അപ്ലിക്കേഷൻ ചെയ്താൽ മതി. കോട്ടക്കിൻ്റെ ഇതുപോലെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഇത്ര ലേറ്റ് ആവാൻ കാരണം ഞാൻ ഓൾമോസ്റ്റ് അവരുടെ ഡിലൈറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഒരു കൊല്ലമായിട്ടാണ്. ഇത്ര ലേറ്റ് ആവാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ പിൻകോഡിൽ ഇത്രയും കാലം സർവീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ പിൻകോഡ് സർവീസബിൾ ആയത്. അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിതിപ്പോൾ അപ്രൂവ് ആയിട്ട്. അതുപോലെ തന്നെ AU ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എനിക്ക് കിട്ടാത്തത് അതുകൊണ്ടാണ്, സർവീസ് ഇല്ല പിൻകോഡ്. പിന്നെ നമുക്കില്ലാത്ത കാർഡുകൾ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ ഇല്ല, അതിവിടെ തൃശ്ശൂർ സർവീസ് ഇല്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, ഒരു ബാങ്ക് ഉണ്ടല്ലോ, മറന്നു, അങ്ങനെ IDFC ഇല്ല, IDFCയും എനിക്കിവിടെ സർവീസ് ഇല്ല. ഈ 2 ബാങ്കുകൾ മാത്രമേ എനിക്ക് ഇല്ലാത്തുള്ളൂ ക്രെഡിറ്റ് കാർഡുകൾ. ബാക്കി എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് കാർഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ ക്ലോസ് ചെയ്തു, കുറേയൊക്കെ നമ്മൾ ഈ വീഡിയോ പർപ്പസിന് വേണ്ടി എടുക്കുന്നതാണ്. കുറേയൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു, പ്രത്യേകിച്ച് ചാർജബിൾ ആയിട്ടുള്ള കടകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു. പക്ഷേ ബാക്കി എല്ലാ കടകളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ 10-75 കടകൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അതിന് നമ്മുടെ പണ്ട് തൊട്ട വ്യൂവറാണെങ്കിൽ അൺബോക്സിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ പോയി കണ്ടു, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് നോക്കി നോക്കുക, jmg.banksupport.in. നിങ്ങൾക്ക് അതിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ റഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാം. കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടാം. ഇൻഡസ്ഇൻഡ് ബാങ്കിന് ഞാൻ കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല അപ്രൂവലായിട്ട് കിട്ടുന്ന കാർഡാണ് നമ്മുടെ ടൈഗർ ക്രെഡിറ്റ് കാർഡ്, ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ. അത് റൂപേ വേരിയൻ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ലെജൻഡും പ്ലാറ്റിനം റൂപയാണ്. ഇപ്പോൾ ഇത് 2 എണ്ണം ഏതാണെന്നും മനസ്സിലാവില്ല. നമുക്ക് എന്തായാലും ഒരു കാർഡ് നമുക്ക് നമ്മുടെ ഈ ചാനലിൽ അൺബോക്സ് ചെയ്യാം. ഒരെണ്ണം നമ്മുടെ 2ാമത്തെ ചാനലായിരിക്കും അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2ഉം പോയി നോക്കാൻ പറയാം. 2ഉം ഇന്ന് തന്നെ വരും. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം കാർഡ് എടുത്തു. എനിക്ക് തോന്നുന്നു പ്ലാറ്റിനം കാർഡാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഇത് കണ്ടിട്ട് പ്ലാറ്റിനം കാർഡായിട്ട് അഡീഷണൽ കാർഡായിട്ട് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജാണ് ഇതിൽ വരുന്നത്. വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പേരും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മാറ്റി പിടിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് പ്ലാറ്റിനം കാർഡ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിന്. അതിനൊരു ബുക്ക്ലെറ്റ്, അതായത് സ്റ്റേ ഹെഡ് ഓഫ് സ്കാംസിൻ്റെ കാര്യങ്ങളും ആക്ടിവേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഞാൻ ആക്ടിവേഷൻ ചെയ്തത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഞാൻ ഓൾറെഡി കസ്റ്റമറാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ആപ്പിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ആക്ടിവേറ്റും കാര്യങ്ങളൊക്കെ ചെയ്താണ്. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമായിട്ട് കാർഡ് എടുക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഈ ബുക്കൊന്ന് വായിച്ച് നോക്കുക. ബുക്കല്ല, ഫാമിലെറ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഈ നമ്മുടെ UPI കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാധനത്തിന് പ്ലാറ്റിനം റൂപേ കാർഡാണ് ഇതിൻ്റെ സംഭവത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഫോൺ പേയിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇൻഡസ്ഇൻഡ് ബാങ്ക് പ്ലാറ്റിനം റൂപേ ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ പേര്. ഇത് ആക്ച്വലി നമുക്ക് റൂപേ വേരിയൻറ്റിലും ഉണ്ട്, വിസ വേരിയൻറ്റിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആക്ച്വലി നമ്മളിത് ഈ കുറേ കാർഡുകൾ ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ലൈഫ് ടൈം ഫ്രീ കാർഡുകളാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഈ നമ്മുടെ ലെജൻഡ്, ടൈഗർ,
അതുപോലെ തന്നെ പ്ലാറ്റിനം റൂപ്പേ ഇതൊക്കെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആണ്. ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് 1% ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് വരുന്നുണ്ട്. ലൈഫ് ടൈം ഫ്രീ ആണ്. UPI കാർഡാണ്. 2 റിവാർഡ് പോയിന്റ് ഓൺ എവരി 100 rupees ട്രാൻസാക്ഷൻ ഓൺ UPI ആണ് നമുക്ക് ഇതിൻ്റെ റിവാർഡ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.60 പൈസയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാല്യൂ ഇത് വരുന്നുണ്ട്. പിന്നെ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് എന്തായാലും കാർഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിൽ പേരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ആക്ച്വലി നമുക്ക് അപ്രൂവ് അയക്കുന്നത് നമുക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ പ്രീ അപ്രൂവൽ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. 4 ലക്ഷം ലിമിറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇത് നമുക്ക് അതിൽ നിന്ന് ഷെയർ ചെയ്യാൻ പറ്റും. ഈ പ്ലാറ്റിനം കാർഡ് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഷെയർ ലിമിറ്റാണ് കിട്ടുക. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൈമറി കാർഡിൻ്റെ ലിമിറ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി 30,000 എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ലിമിറ്റ് ഇതിലേക്ക്. എന്ന് വെച്ചാൽ UPI കാർഡാണല്ലോ, റൂപ്പയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് 30,000 ധാരാളമാണ്. അധികമായി കഴിഞ്ഞാൽ ഓൾറെഡി ഓവർ യൂസ് വരും UPI കാർഡിൽ UPIയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ 30 എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ലക്ഷം വെച്ച് സെപ്പറേറ്റ് എടുക്കാമായിരുന്നു. പക്ഷേ വേണ്ടാന്ന് വെച്ചത് എന്നുവെച്ചാൽ ഒരു കാർഡിൽ എനിക്ക് എൻ്റെ 4 ലക്ഷം എന്ന് പറയുമ്പോൾ എൻ്റെ ഇത് ഏറ്റവും കൂടുതൽ ലിമിറ്റ് കിട്ടിയ കാർഡല്ല ഇത് കേട്ടോ. അതെൻ്റെ 3ാമത്തെ ഹയസ്റ്റ് ലിമിറ്റ് കാർഡാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിത് പണിയാണ്. അപ്പോൾ ഇതാണ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് സംഭവം ഉണ്ടോ. ഒരു ബ്ലാക്ക് കളർ നോർമൽ റൂപ്പേ വേരിയൻറ്റ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ലോഗോ മുകളിലുണ്ട്. പ്ലാറ്റിനം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ റൂപ്പേ ക്രെഡിറ്റ് ആണ്. ബാക്കി സെയിം നോർമൽ ഇതിൻ്റെ ഫ്രണ്ടിലാണ് സംഭവം വരുന്നത്. കാർഡ് കാണാൻ വലിയ എന്താ പറയുക ഭയങ്കര ഭംഗിയിൽ നോർമൽ ഒരു കാർഡ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റൂപ്പേ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാർഡിന് നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓൺലൈൻ ആമസോണിലായിക്കോട്ടെ, ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ, ക്രോമ സ്റ്റോറിലായിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് ഓഫർ വരാറുണ്ട്. പിന്നെ സ്വിഗ്ഗിയിലുണ്ട്, സൊമാറ്റോയിലൊക്കെ നമുക്ക് ഓഫർ ഉണ്ട് കേട്ടോ. ബുക്ക് മൈ ഷോയിലുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് സാധനം ഉപയോഗിക്കാം. പിന്നെ ലൈഫ് ടൈം ഫ്രീ ആണല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. EMI ഫെസിലിറ്റീസും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ ക്രെഡിറ്റ് കാർഡിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. EMI ഉണ്ട്. 1% ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് വരുന്നുണ്ട്. പിന്നെന്താ നേരത്തെ പറഞ്ഞ റിവാർഡ് റേറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് ഇൻ്റർനാഷണലി ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആമസോണിലോ ഓൺലൈനോ ഓഫ്ലൈനോ എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്വൈപ്പോ അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻ എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനെ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമ്മുടെ ലെജൻഡ് കാർഡിൻ്റെ അൺബോക്സിങ് നമ്മുടെ 2ാം ചാനലിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മൾ 2 എന്താ പറയുക അപ്ലോഡ് ചെയ്യും. 2 കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പ്രൈമറി കാർഡ് ലെജൻഡ് കാർഡ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ 2ാം ചാനലിൽ കാണാം. 2ാം ചാനലിൻ്റെ പേര് അറിയാത്തവർക്ക് AJMG26 എന്നാണ് ചാനലിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.